തരുമോ അളിയ? എന്നെ കണ്ടോ? എന്റെ ചെരുപ്പ് കണ്ടോ? അരുണ്ട ചെരുപ്പ്. എന്റെ ചെരുപ്പ് എവിടെ ചവിട്ടുമ്പോ കുഞ്ഞു പോവുക. കറി കറി പോവുക. പെങ്ങളെ കിട്ടിയ തരുമോ അളിയ? എല്ലാ എന്താ പറയാ, എല്ലാ ബർത്ത്ഡേക്കും ഇത്ര ചിരിക്കാറില്ല. ഇവളുള്ളത് കൊണ്ട് ചിരി മാത്രല്ല, തിന്നുക കിടക്കുക, തിന്നുക കിടക്കുക. ഏട്ടനെ വിളിക്കണോ? അനക്കുള്ള ഒരു പരിപ്പ് വടയും ചായ ഞാൻ വെച്ചിട്ടുണ്ട്. നാളെക്കാരനാ ആരോ ആരോ വാ കരയാനേ. പോവുക. അല്ലടി ഞാൻ വരിക. ഞാൻ ഇനി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ നിക്കുകയെ. ഏട്ടാ ഞാൻ ഇന്നിവിടെ നിക്കുക. എന്നോട് പറഞ്ഞ് കട്ടൻ ചായയുടെ കൂടെ തീർന്നിട്ടോ മെല്ലെ വിട്ടോ. ഞാൻ ഇവിടെ നിക്കുക. എന്നോട് പൊക്കോളാൻ പറയാ. എന്തൊരു കഷ്ടാണ്. പിന്നെ ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കും. സിനിന്റെ വീട്ടിൽ വന്നിട്ട് ജസ്നക്ക് അനുഭവിച്ചത് കണ്ടാൽ നിങ്ങൾ കറണ്ട് ഇല്ലായി, മൊബൈൽ ചാർജ് ഇല്ലായി, ഫോൺ ഓഫ് ആയിരുന്നു. എന്തൊരു വിഷമായിരുന്നു. കണ്ട് വന്നത് പറയില്ല. വന്നൊക്കെ ഓൾക്ക് ചാർജ് കിട്ടുന്ന മനസ്സിലാവുമല്ലോ. ഓട്ടാത്തി. അപ്പൊ അങ്ങനെയാണ് എന്നെ കഷ്ടപ്പെടുത്തുകയായിരുന്നു. എനിക്ക് നല്ല സുഖമായിരുന്നു. രാവിലെ കറക്റ്റ് ടൈമിന് ചായ, കുറച്ച് കഴിഞ്ഞപ്പോ ചക്ക, അത് കഴിഞ്ഞപ്പോ പുട്ട്, ജാപ്പനീസ് കുഹു കുഹു ആയിരുന്നു ഇന്നിവിടെ. അതും ചായയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചോറ്, പിന്നെയും ചായ. പിന്നെ അടുക്കഞ്ഞോട് പറഞ്ഞു നീ പോട്. അതുകൊണ്ട് മെല്ലെ പോവുക. ഇനി ഇന്നോട് ബൈക്ക് കണ്ടുപോരുത്. ചേട്ടാ ഞാൻ നാളെ പോണുള്ളൂ. അല്ല ഞാൻ നാളല്ലേ അപ്പൊ പോണല്ലേ? നിർബന്ധാണല്ലേ പോണെന്നുള്ളത്. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ തിന്നാൻ തരാന്? മറന്നു പോയില്ലല്ലോ. മറന്നു ബോക്സ് എടുത്തില്ലേ മാലേന്റെ? ഏട്ടാ മറന്നു പോയില്ലല്ലോ തിന്നാൻ തരാന്? പോന്നാ വല്ലാണ്ടാവുണ്ടോ? ഞാൻ പട്ടിണി എടുക്കേണ്ടി വരുമ്പോഴേ എന്നോട് ഇന്നോട് ഇവിടെ നിക്കാൻ പറയോ നോക്കിട്ട് കൊറേ നേരം പറയുന്നില്ല. നിങ്ങളെങ്കിലും റെക്കമെൻഡ് മോളെ ഇറങ്ങി. നിങ്ങളല്ലേ ചക്ക എന്ന്? ഞാൻ രാവിലെ തന്നെ ചക്ക തിന്ന്. അല്ലേട്ടാ ഞാൻ തിന്നില്ല, ഇവിടെ തിന്നില്ല. കുരു മാത്രം ഉണ്ട് പുറത്ത്. അറ്റാളണ്ടേന്ന് കരുതിയിട്ടാ ഡോക്ടറിനോട് ഒരു ഫ്രൂട്ട് കഴിക്കാൻ അതുകൊണ്ട് പറഞ്ഞത്. ഓരോ ദിവസം ഇപ്പം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഏത് മറന്നില്ലാതെ ഏട്ടാ ഞാൻ വരുമ്പോ നീ വിളിക്കൂലട്ടോ. ഫോൺ ഓഫ് ആക്കിയിട്ടെ പോകുന്നു. വണ്ടി പോ